This video is sponsored by EduQuest. ஸ்கிப் பண்ணாதீங்க. பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ തലശ്ശേരി സ്പെഷ്യലായിട്ടുള്ള കോഴിക്കാലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കാലിക്കറ്റോ കണ്ണൂർ പോലും കിട്ടില്ല, നമ്മുടെ തലശ്ശേരിയുടെ സ്വന്തം റെസിപ്പിയാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കപ്പക്കിഴങ്ങാണ്. അത് നല്ല നീളത്തിലിങ്ങനെ ഈ സൈസിന് നീളത്തിലിങ്ങനെ കനം കുറച്ച് നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അതാണ് മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത്, വേറൊരു പണിയില്ല. ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഒരു മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഒരു 10 അല്ലി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് കടലമാവ്. നമ്മൾ കപ്പ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് മൈദമാവ്, കടലമാവ്. പിന്നെ ഞാൻ പച്ചമുളക്, 3 പച്ചമുളക്, വലിയ പച്ചമുളക്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്. അങ്ങനെ ഇതൊക്കെ കൂടി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി കറിവേപ്പിലും കൂടെ കഴുകിയിട്ടിടുന്നുണ്ട്. വെളുത്തുള്ളി നമ്മൾ മെയിനായിട്ട് ഇടുന്നത് കിഴങ്ങ് ഇച്ചിരി ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇത് മെയിനായിട്ട് നമ്മുടെ തട്ടുകടയിലൊക്കെ ഉണ്ടാവുക. തലശ്ശേരിയിലെ സ്പെഷ്യലായിട്ടുള്ള ചൂടോടെ തട്ടുകടയിൽ കിട്ടും. ഇതിനകത്ത് ജീരകം ഇടുന്നില്ല. ചില തട്ടുകടകളൊന്നും ജീരകം ഇടാറില്ല, പക്ഷേ ചില ബേക്കറികളിൽ ജീരകം ഇടാറുണ്ട്. ഞാനിപ്പോൾ ഏതായാലും ജീരകം ഇടുന്നില്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. നമുക്ക് വെളുത്തുള്ളി ചേർക്കുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ആദ്യം നമ്മളതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം കുറച്ച് ഈസിയായിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഒരുപാടങ്ങ് ലൂസ് ആവണ്ട മാവ്, ഇച്ചിരിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് തിക്ക് ബാറ്റർ ആയിരിക്കണം. ഇനി അതിനകത്തേക്ക് ഞാൻ കറിവേപ്പില കഴുകിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കപ്പക്കിഴങ്ങ് അത് നന്നായിട്ടിട്ട് മെല്ലെ അത് പൊടിയാനും പാടില്ല, എന്നാൽ നന്നായിട്ട് മിക്സ് ആവുകയും വേണം. നമ്മൾ മെല്ലെ മിക്സ് ചെയ്യുന്നതായിരിക്കും തന്നത്, അല്ലെങ്കിൽ ആ കിഴങ്ങൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും. ഇവിടെ കിട്ടാത്തൊരു സാധനം ആയതുകൊണ്ട് വല്ലപ്പോഴും ഇങ്ങനെ കപ്പ കാണുമ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഉണ്ടാക്കുക ചെയ്യാം. സാധാരണ കപ്പ വേവിച്ച് പിള്ളേരുടെ മുമ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കണ്ടം വഴി ഓടും. പക്ഷേ നമ്മൾ ഈ കോഴിക്കാല് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ, പിള്ളേർ നന്നായിട്ട് കഴിക്കും. ഞാനിത് കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നിങ്ങളത് വെക്കണമെന്നില്ല, വെച്ചാൽ നല്ലത്, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എന്തായാലും 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 മണിക്കൂർ ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ച് എടുത്തിട്ട് നമ്മുടെ കൈപ്പിടി ഇങ്ങനെ ഒതുക്കുന്ന വിധത്തിലുള്ളത് എടുത്താൽ മതി, അധികം എടുക്കണം. റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് കാണുന്ന പോലെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല കപ്പക്കിഴങ്ങ് കഴിക്കാത്തവർ എന്തായാലും ഇത് കഴിക്കും. ഞാനിടുന്ന റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.